ശ്രീ റോയ്ക്ക് പൗലോസ്, ഇത് പ്രോസിക്യൂഷന് വീഴ്ചയാണെന്ന് പറയാമോ? വളരെ ഗുരുതരമായ വീഴ്ച ഈ കേസിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങൾ ഈ കേസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് രാഷ്ട്രീയമായ ഇടപെടൽ നടക്കുന്നുണ്ട് എന്നും ആ പ്രതി വളരെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തകനാണെന്നും ഒരു ഡിവൈഎഫ്ഐയുടെ അറിയപ്പെടുന്ന പ്രാദേശിക നേതാവാണ് എന്നും അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അനാവശ്യമായ ഇടപെടലുകൾ അന്വേഷണം നടത്തുന്ന പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഈ ആക്ഷേപം ഞങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല, ആ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ പരസ്യമായിട്ട് പോലീസ് അന്വേഷണത്തെക്കുറിച്ച് ആക്ഷേപം ഉണ്ടായ സന്ദർഭത്തില് ഞങ്ങൾ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ സമര പരിപാടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചതാണ്. സത്യസന്ധമായ അന്വേഷണമല്ല നടക്കുന്നതെന്നുള്ള ആക്ഷേപം ഞങ്ങൾ ഉന്നയിച്ചതാണ്. ശരിയായ രീതിയിൽ കേസിന്റെ അന്വേഷണം പോകണമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വിധിയിലൂടെ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു. വളരെ കൃത്യമായ ഇടപെടൽ ഈ കേസിന്റെ അന്വേഷണ സന്ദർഭങ്ങളിൽ പല സമയത്തും ഉണ്ടായിരിക്കുന്നു. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. 6 വയസ്സായ ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നു കെട്ടിത്തൂക്കിയ പ്രതി സമൂഹത്തിൽ മാന്യനായി ആ ഭാഗത്ത് നടന്നുകൊണ്ടിരുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം കൂടുതലായിട്ട് ബോധ്യപ്പെടേണ്ടത്. ഇനിയും അത്തരമുള്ള പ്രതികൾ നിരപരാധിയാണ് എന്നൊരു കോടതി വിധിയുടെയും കൂടി സാഹചര്യത്തില് വീണ്ടും ഈ സമൂഹത്തില് മാന്യത നടിച്ച് നടക്കേണ്ട സാഹചര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഞെട്ടിക്കുന്ന വിധിയാണെന്നുണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ആ കേസ് അട്ടിമറിക്കപ്പെട്ടത്? അതിന് സമാനമായ ഒരു സംഭവമായി ഇത് മാറുകയാണോ? തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. പോലീസിന്റെ അന്വേഷണം മുതലുണ്ടായ പാളിച്ചകളെ സംബന്ധിച്ച് കൂടുതൽ ഉന്നതരായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘത്തെ നിയോഗിച്ചിന്റെ അന്വേഷണം നടത്താൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കണം. ഇത്തരമൊരു വിധി വന്ന പശ്ചാത്തലത്തിൽ നിയമപരമായിട്ട് എന്താണ് അടുത്ത നടപടികൾ? ഈ പ്രതി രക്ഷപ്പെടാനുണ്ടായ സാഹചര്യത്തിൽ ഇനി പ്രതിക്ക് മതിയായ ശിക്ഷ ലഭിക്കാൻ വേണ്ടി ഏത് രീതിയിലുള്ള നിയമപരമായ വഴിയാണ് നീങ്ങേണ്ടത്, അത് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം പരിശോധനകൾ നടത്തി ഇത്തരം കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അർഹിക്കുന്ന പരമാവധി ശിക്ഷ ലഭ്യമാക്കാനുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ഇതാണ് ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. നന്ദി ശ്രീ റോയ്ക്ക് പൗലോസ് ഈ വാർത്തയോട് പ്രതികരിച്ചതിന്.